മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കയ്യിൽ ഒട്ടാതെ മാവ് പുരട്ടുക. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൂരിക്കൊക്കെ പരത്തും പോലെ ചെറിയ ചെറിയ ബൗളുകളാക്കി പരത്തിയെടുക്കാം. ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫില്ലിങ് ചെയ്യാം. ഫില്ലിങ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി സൈഡിൽ ശകലം എണ്ണയോ ഇത് ഒട്ടാത്തത് കൊണ്ട് ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശകലം എണ്ണയോ വെള്ളമോ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് ഏതാല്ലാത്തത് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഉണ്ടോ, നല്ല ഒട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയൂടെ ചെയ്തിട്ട് വരാം. ഇവിടെ എല്ലാം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അതിനായി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. ഇവിടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ട് മരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ അടുത്തതിട്ട് കൊടുക്കാം. നല്ല പൊള്ളി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ്. വൈകുന്നേരം ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം. എന്നിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. എങ്കിലേ ഞാനിനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഉടനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തിന് നല്ലൊരു പലഹാരവുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ബൈ ബൈ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കാൻ